ഹായ്, ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയാണ് ഇതുപോലെ ക്ലേ വെച്ചിട്ടുണ്ടാക്കുന്ന മാലകൾ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷനായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുപോലത്തെ ഒരു മാല ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്, ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് തുറന്നപ്പോൾ തന്നെ 2 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നമ്മളത് തുറന്ന് നോക്കാൻ ഞാൻ ആദ്യമായിട്ടത് ആദ്യമായിട്ട് മേടിക്കണേ. കുറേ നാൾ മുന്നേ ഇത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ പെട്ടെന്നതൊരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പം ചുമ്മാ മേടിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഐഡിയ തോന്നി എനിക്ക് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ഒരെണ്ണം തുറന്ന് നോക്കിയപ്പം ഒരു ഗ്രീനിഷ് ഗ്രേ കളറുള്ള ഇത് ഭയങ്കര കട്ടിയൊരു സിമെൻറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് ഞാൻ അടുത്ത ഒരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ തുറന്നു നോക്കി. അപ്പോൾ അതിൽ കണ്ടത് ഒരു വൈറ്റ് കളറിലുള്ള ഇതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു സംഭവമാണ്. ക്ലേ ആണ് വെച്ചാൽ അങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ഹാർഡാണത്. ഞാൻ എന്നിട്ട് പിന്നെ എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ വേറെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർ ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് 2 കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്നുള്ളത് ആ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാക്കറ്റിന് 25 രൂപയാണ് പ്രൈസ് വരണത്. അപ്പം ഇനിയിപ്പോൾ അത് 2 കൂടി നമുക്കിനി മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂടി ബ്ലെൻഡ് ആവണം, ക്ലിയറായിട്ട് എല്ലായിടത്തും 2 എത്തണം. 2 കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മളത് ഇതാക്കിയെടുക്കണം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 2 നല്ല ഹാർഡാണ്. അതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇതെങ്ങനെ ഞാൻ മിക്സ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ചു. എന്തോ എനിക്കത് പറ്റണില്ല. കാരണം അതൊരു സിമെൻറ്റ് പോലെ തന്നെ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ഇതായിരുന്നു. ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ പറ്റും, പക്ഷെ പിന്നീട് ഇത് മൊത്തം 2 കൂടെ മിക്സ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നന്നായി കുഴച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ എടുത്തു. അപ്പം കുറേ പ്രാവശ്യം പരത്തിയൊക്കെ എടുക്കുമ്പം ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു. ഭയങ്കര ഹാർഡാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2 കൂടി മിക്സ് ആവണില്ല, പൊട്ടി പോരുമായിരുന്നു. നമ്മളിപ്പോൾ ഈ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴയ്ക്കാന്നുള്ള രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായൊന്നും ശരിയാവില്ല. അപ്പം ഞാൻ എന്നിട്ടൊരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് പിന്നെയും ആ പ്രോസസ്സ് തന്നെ നന്നായി ചെയ്യുക. അപ്പോഴേ അത് ശരിക്കും മിക്സ് ആവുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സോൾഡിഫൈ ആയിപ്പോവും, അതായത് കട്ടായിപ്പോവും. അപ്പോൾ നമ്മൾ വേഗം തന്നെ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ ആ സംഭവം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് കട്ടയാകും. എനിക്ക് തോന്നുന്നത് ഈ പുറത്തെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കാരണമായിരിക്കും ഇത് ഇത്ര ഹാർഡായിട്ടുണ്ടായിരിക്കുക. ആ പാക്കറ്റിലിരുന്നപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, നമ്മുടെ കയ്യിലെത്തിയല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തായിരിക്കണം. അപ്പോൾ സമയം കൂടുന്തോറും അത് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എന്താ ഉണ്ടാക്കാനുള്ളത് അത് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എനിക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പരത്തുമ്പോൾ ഞാൻ പൗഡറാണ് ഇട്ടത്, ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ആ കാർഡ്ബോർഡും ഇട്ടിട്ടാണ് അതുമ്മ വെച്ചിട്ടാണ് പരത്തിയത്. അല്ലാണ്ട് നമുക്കത് പരത്തുമ്പം അത് ഒട്ടി പിടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ടാൽക്കം പൗഡർ ഇട്ടിട്ടാണ് പരത്തിയത്. അപ്പോൾ വേഗം തന്നെ അടുത്തത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു പെണ്ണിൻ്റെ ഒരു രൂപത്തിലാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹാഫ് റൗണ്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൻ്റെ മൂടി എടുത്ത് അതിൽ പ്രസ് ചെയ്തു. പിന്നെ ആ ഒരു സ്ട്രക്ചർ പോവാതിരിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ആ സ്ട്രക്ചർ നമ്മൾ തൊടുന്തോറും അതിൻ്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം വരും. അപ്പോൾ അത് ആ കാർഡ്ബോർഡിൽ നിന്ന് പറിച്ചെടുക്കാനായിരുന്നു ഏറ്റവും പാട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്ട്രക്ചർ പോവാതെ കിട്ടണ്ടേ. ആ സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ
നമ്മൾ ഈ കട്ട് ചെയ്തതൊക്കെ വെറുതെയാവും. അതിങ്ങനെ വലിയുമായിരുന്നു. അത് ആ പറിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ സ്ട്രക്ചറൊക്കെ വലിഞ്ഞു പോവും. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് വലിഞ്ഞു പോയാലും തന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വിധത്തിൽ എനിക്ക് ആവശ്യമുള്ള ഷേപ്പൊക്കെ ഞാൻ ആക്കിയെടുത്തു. ഇങ്ങനെ ജെംസ് മിഠായിയുടെ പോലെ അതിൻ്റെ തല ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് കുറച്ച് മഞ്ചാടി പോലത്തെ കളറിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ ചെറിയ ഉണ്ടകൾ ചെയ്തെടുത്തു. അപ്പം മഞ്ചാടിയായിട്ട് നമുക്ക് തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ആ റെഡ് പെയിൻറ്റും കൂടി അടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പം ഞാനതുപോലെ എല്ലാം ഇങ്ങനെ ആ മണികളൊക്കെ ഒട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കണേ കേട്ടോ. പിന്നെ ഇതുപോലെ എല്ലാം കൂടെ ഒട്ടിച്ചതെടുത്തതൊക്കെ ഫെവിക്കോൾ വെച്ചിട്ടാണ്. പിന്നെ അടുത്തത് നമ്മൾ പെയിൻറ്റ് ചെയ്യുക, കളർ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പരത്തി വെച്ചിട്ടുള്ള മോൾഡിറ്റിൻ്റെ ആ മിക്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റുക. അല്ലെങ്കിൽ അത് കട്ടായി പോവും. നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പോലും പറ്റില്ല, ഒരു രൂപവും ഇല്ലാണ്ടായി പോവും. അപ്പം എന്താണ് ആവശ്യം അത് അപ്പം തന്നെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസത്തിലുള്ള മുത്ത് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ശരിക്കും അത് മുത്ത് പോലെ തന്നെ ഉണ്ടായിരിക്കും, പൊട്ടിയൊന്നും പോവില്ല, നല്ല ഹാർഡായിട്ട് വരും. അപ്പം എനിക്കിഷ്ടമുള്ള കുറേ കളറൊക്കെ വെച്ചിട്ട് അത് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഒരു മാലയുടെ റെഫറൻസ് നോക്കിയിട്ടാണ് ഇതും ചെയ്തത്. ഫേസിൻ്റെ കളറ് നമ്മൾ ചെയ്തത് യെല്ലോ കൂടുതലെടുക്കുക, റെഡ് വളരെ കുറച്ചെടുത്തിട്ട് ആണ് ഫേസിൻ്റെ കളറ് നമ്മൾ സെറ്റാക്കിയത്. ഫേസ് ഒരു ബ്രൗണിഷ് ഓറഞ്ചിഷ് അങ്ങനത്തെ ഒരു കളറാണ് ചെയ്തത്. നമ്മൾ എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. നമ്മൾ അതിന് ഹെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഡിസൈൻസൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുന്നത്. അപ്പം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് എൻ്റെ കയ്യിൽ അത്രയും ചെറിയ ബ്രഷ് ഇല്ലായിരുന്നു. പക്ഷേ ഉള്ള ബ്രഷ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ചൊക്കെ ഡിസൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് എനിക്കതിൽ തോന്നി. ആ ചെറിയ ബ്രഷിനെയും കുറച്ചും കൂടിയും ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ കഴുത്തൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം നമ്മുടെ ഇത് റെഡി കഴിഞ്ഞൊരു ഹെയറും കൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടിയുള്ള നൂല്, അപ്പോൾ കമ്പിളി നൂല് എന്നൊക്കെ പറയും. അപ്പോൾ ആ നൂല് വെച്ചിട്ട് നമ്മൾ ഹെയറും ചെയ്തു. ഹെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലെടുത്തിട്ട് നൂലെടുത്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോർഷനിലൊരു കെട്ടിട്ട് കൊടുത്ത് അവിടെ പശ വെച്ച് ഒട്ടിച്ച് അതിന് ശേഷം ആ ഹെയറിൽ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളത് അവിടെ ഫിക്സ് ചെയ്തത്. ഈ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ അത് ഹാർഡൻ ആവണിട്ട് മുന്നേ തന്നെ ചെമ്പ് കമ്പി എടുത്തിട്ട് വളച്ചിട്ട് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അത് സോൾഡിഫൈ ആയിക്കൊണ്ടിരുന്ന കല്ല് പോലെ ആയി അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ കുറേയൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ പറ്റിയിരുന്നില്ല. ചെമ്പ് കമ്പി അതിൽ കയറണം കൂടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കമ്പി ആയതുകൊണ്ട് അത് വളഞ്ഞു പോവുമായിരുന്നു, അതിൽ കയറാതെ. ഹാർഡും ആണല്ലോ. അപ്പം അത് മാത്രമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവസാന സമയത്ത് പിന്നെ നമ്മൾ ഈ അവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ 2 ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നൂല് കയറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നൂല് നമ്മൾ അതിലൂടെ സൂചി കോർക്കണ പോലെ കോർത്തെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെമ്പ് കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോൾസിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ ബോൾസ് അപ്പം നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. ആ ചെമ്പ് കമ്പീൻ്റെ ഉള്ളിൽ കൂടെ നമ്മളത് കോർത്തെടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ചിലതിലൊന്നും എനിക്ക് അങ്ങനെ ചെമ്പ് കമ്പി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ശരിയായില്ല. നമുക്ക് വേണമെങ്കിൽ ബോൾസിൽ ഹോൾസായിട്ട് ഇടുകയും ചെയ്യാം. അങ്ങനെ ആയാലും നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.
ഹോള് അത് കട്ട് ചെയ്യാനായിട്ട് മുമ്പ് ചെയ്യണം എന്നുള്ളതാണ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ ഹോള് ഉണ്ടാക്കിയെടുക്കാൻ വല്ല പാനയുടെ ട്യൂബോ അങ്ങനെ ഈർക്കിളിയോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.